ഇന്ന് നമ്മൾ ഒരു പേപ്പർ ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിന് 2 കളർ പേപ്പർ എടുത്ത് ഇങ്ങനെ 8 പീസായിട്ട് ലെങ്ത് വൈസിൽ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഒരു റൗണ്ട് കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് പോലെ ഒട്ടിച്ചെടുക്കുക ഏതെങ്കിലും ഒരു കളർ പേപ്പർ. കുട്ടികൾക്കൊക്കെ വെക്കേഷൻ സമയത്തൊക്കെ ചുമ്മാ സമയം പോകാൻ ടിവിയുടെയും മൊബൈലിൻ്റെയും ഒന്നും മുന്നിൽ ഇരിക്കാതെ സമയം പോകാൻ ചെയ്ത് നോക്കാൻ പറ്റിയ ക്രാഫ്റ്റാണ്. അവർക്ക് എന്നിട്ട് അവരുടെ തന്നെ പേനയും പെൻസിലും ഒക്കെ ഇട്ട് മേശപ്പുറത്ത് വെക്കുകയും ചെയ്യാം. ഒരു പെൻ സ്റ്റാൻഡോ ഫ്ലവർ വൈസോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം നമ്മൾ ഉണ്ടാക്കുന്ന സാധനം. എന്നിട്ട് നമ്മൾ അടുത്ത കളർ പേപ്പർ എടുത്ത് അതിൻ്റെ 2 അറ്റവും തമ്മിലൊട്ടിച്ച് റിങ് പോലെ ആക്കി വയ്ക്കുക. എല്ലാ കളർ പേപ്പറും അങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. ഇനിയിപ്പോൾ ഓണം വെക്കേഷനൊക്കെ അല്ലേ, എല്ലാവരും ഒന്നീ ടി വി അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുമ്പിലായിരിക്കും കുട്ടികളൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് നേരം ഒന്ന് മാറിയിരിക്കാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ക്രാഫ്റ്റുകളൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് കൊച്ചുകുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യിച്ച് നോക്കുക. വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കണമെന്നില്ല, കത്രികയൊന്നും വേണ്ട, വെറുതെ പേപ്പർ കീറിയെടുത്താലും മതി. അപ്പോൾ നമ്മളെല്ലാം റിങ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ റിബൺസിൻ്റെ 1.5 വിട്ടുള്ള റിബൺസ് എടുത്തിട്ട് ഓരോ റിങ്ങും അതിലേക്ക് ഇറക്കി കൊടുക്കുക. ആദ്യം എടുക്കുന്ന റിബൺസിൻ്റെ തൊട്ടടുത്തടുത്ത റിബൺസാണ് ഇനി അടുത്ത റിങ് ഇറക്കാൻ എടുക്കേണ്ടത്. ഞാൻ ദേ ഒട്ടിച്ച് കഴിഞ്ഞ് റിങ് കയറ്റിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ എടുത്ത റൗണ്ട് സ്വല്പം വലുതായിപ്പോയി. പിന്നെ ഈ പശ ഒട്ടാനും ഒത്തിരി താമസമാണ്. മറ്റേ ഗ്ലൂ ഗണ്ണാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. ഗ്ലൂ ഗണ്ണൊക്കെ എടുത്ത് വരാനുള്ള താമസം കൊണ്ട് ഞാൻ എൻ്റെ ഒരു തിരക്കുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. പിന്നെ വേറൊരു മിസ്റ്റേക്കും ഉണ്ട്. പേപ്പർ എൻ്റെ ഇത്തിരി കട്ടി കുറഞ്ഞതാണ്. ഒരു ചാർട്ട് പേപ്പർ എടുക്കുവാണെങ്കിൽ, നല്ല കട്ടിയുള്ള ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ, അത് എടുക്കുവാണെങ്കിൽ നന്നായിട്ട് നിൽക്കും ഇത് കറക്റ്റ് ഷേപ്പിൽ. അപ്പോൾ എനിക്ക് ആ ചാർട്ട് പേപ്പർ എൻ്റെ കയ്യിൽ തീർന്നു പോയി. അപ്പോൾ ഈ കളർ പേപ്പർ ഇടാൻ ഇതിന് കട്ടി തീരെ കുറവാണ്. അത് കാരണം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഒരു ഇത്തിരി ഒന്ന് വങ്ങി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എല്ലാ റിങ്ങും ഞാൻ ഇട്ടില്ല, 2 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അത്രയും കൂടി ഇടുമ്പോഴേക്കും ഇത്രയും ഹൈറ്റിൽ നേരെ നിൽക്കില്ല, അത് പേപ്പറിന് കട്ടിയില്ലാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന ബാക്കി പീസ് നമ്മൾ അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ചൊരുക്കി കൊടുക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അകത്തോട്ടും പുറത്തോട്ടുമായിട്ട് തിരിച്ചും മറിച്ചും ചൊരുക്കി കൊടുത്താൽ മതി. എഡ്ജൊക്കെ കറക്റ്റായിട്ട് നെയ്തെടുത്ത പോലെ നിൽക്കും. നമ്മൾ നെയ്യുന്നതിൻ്റെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം നെയ്തെടുക്കുന്നതിന് വരെ നമ്മൾ ഈ റിങ് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ദേ പെൻ സ്റ്റാൻഡ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.